മാർച്ച് 17 ഞായറാഴ്ച. യോഹന്നാൻ 12:20 മുതൽ 33 വരെ വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളോട് ജീവിതത്തിൻ്റെ രഹസ്യം പറയാൻ പോവുകയാണ്. കാഴ്ചയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിൽ ഒന്നാണിത്. എന്നാൽ വീണ്ടും വീണ്ടും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യവുമാണ്. ആത്മാവിനെ ബുദ്ധിമുട്ടിക്കുന്ന രഹസ്യങ്ങളിൽ ഒന്നാണിത്. അതിനാൽ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് അകന്നു പോവുകയോ അതിനെതിരെ കണ്ണുകൾ അടയ്ക്കുകയോ ചെയ്യുന്നു. ഇതാണ് ആ രഹസ്യം. ഒരു തരി ഗോതമ്പ് മണ്ണിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഒരു തരി മാത്രമായി അവശേഷിക്കും. അഴിഞ്ഞാൽ അത് വളരെ ഫലം കായ്ക്കും. യോഹന്നാൻ 12:24. ഇതാണ് ജീവിതത്തിൻ്റെ രഹസ്യം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലുടനീളവും പ്രവർത്തിക്കുന്ന നഷ്ടത്തിൻ്റെയും പുതുക്കലിൻ്റെയും മാതൃകയാണിത്. ഇത് ജീവിതത്തിൻ്റെ രഹസ്യമായി നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അത് ജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയത്തിലാവുകയും നിങ്ങളുടെ ജീവിതം മറ്റൊരാൾക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പഴയ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും ആ അവിവാഹിത ജീവിതത്തിൻ്റെ ചിലത് മരിക്കുകയും ചെയ്താൽ മാത്രമേ ആ വ്യക്തിയുമൊത്ത് നിങ്ങൾക്ക് കഴിയാൻ സാധിക്കൂ. മാതാപിതാക്കളുടെ കാര്യമോ? നിങ്ങൾ ഒരു രക്ഷിതാവാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പുതിയ ജീവിതം ഉയർന്നു വരുന്നതിനും വളരുന്നതിനും വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നാം നമ്മുടെ ചില ആവശ്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു. മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ നിരന്തരം വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണ് അവർ വളരുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും മറ്റൊരാളുടെ കാര്യസ്ഥനായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവർ അന്തസ്സോടെയും അനുകമ്പയോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം ത്യാഗം അനുഷ്ഠിച്ചിട്ടുണ്ടാകണം. എന്തുമാത്രം നഷ്ടങ്ങൾ ചിലരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. ചില നഷ്ടങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിനും അതേ എന്ന് പറയുന്ന ഓരോന്നിനും കുറഞ്ഞത് ഒരു ഉപേക്ഷയെങ്കിലും അല്ലെങ്കിൽ നോ എങ്കിലും ഉണ്ട്. ഈ മാതൃക നമുക്ക് പ്രകൃതിയിലും കാണാം. ഋതുക്കൾ മാറുന്നതിലും ഇലകൾ കൊഴിയുന്നതിലും പുതിയ പൂക്കളിൽ നിന്നും സൂര്യൻ അസ്തമിക്കുന്നതിലും ഉദിക്കുന്നതിലും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. നഷ്ടത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വേദപാഠ കഥകളെ ഒന്ന് ഓർക്കുക. അബ്രാഹാം തൻ്റെ ദേശവും ബന്ധുക്കളെയും വിട്ടുപോയി അങ്ങനെ ഒരു വലിയ ജനതയുടെ നേതാവായി. യാക്കോബിന് തൻ്റെ പഴയ സ്വത്വം നഷ്ടപ്പെടുകയും മുറിവേൽക്കുകയും ചെയ്തു. അവൻ ഇസ്രായേൽ ആയി മാറി. ജെയിംസും ജോണും തങ്ങളുടെ പിതാവിനെയും ബോട്ടുകളും വലകളും ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നു. അങ്ങനെ അവർ അവൻ്റെ ശിഷ്യന്മാരായി മാറി.
ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ഗോതമ്പ് മണി ഭൂമിയിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയെ ആയിരിക്കും, അഴിഞ്ഞാലോ വളരെ ഫലം കായ്ക്കുന്നു. യേശു കഷ്ടപ്പാടുകൾ തേടിപ്പോയില്ല. എന്നാൽ സ്നേഹവും വിശ്വസ്തയും ഒരുവൻ്റെ ദൗത്യവും നിറവേറ്റുവാൻ കുരിശ് ഉൾപ്പെടുമ്പോൾ നാം മുറുകെ പിടിക്കുന്ന പലതിനെയും ഉപേക്ഷിക്കേണ്ടതായി വരും. നമ്മുടെ ജീവിത സ്നേഹം, പരാജയം, നഷ്ടം, വംശനാശം എന്നിങ്ങനെ തോന്നുന്നത് സങ്കല്പിക്കാനാവാത്ത വിധത്തിൽ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ പോലെ നാമും മറ്റുള്ളവർക്ക് ജീവൻ്റെ ഉറവിടമായി തീരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.